ബി എൻ ഹസ്കർ ഈ കോൺക്ലേവ് നടത്താൻ ഇറങ്ങി പുറപ്പെട്ട സർക്കാർ, അതും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം. അതിനിടെ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചിരുന്നു ഹസ്കർ. മറ്റൊരു കമ്മിറ്റിയെ രൂപീകരിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് പഠിക്കുവാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഈ റെക്കമെൻഡേഷനുകൾ പഠിച്ചതിന് ശേഷം ശുപാർശകൾ നൽകുന്നതിന് വേണ്ടി അങ്ങനെ ഒരു ശ്രമവും നടന്നിരുന്നു. അതൊന്നും ഇപ്പോൾ ഹൈക്കോടതി അംഗീകരിച്ചിട്ടില്ല. ഹൈക്കോടതി ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ, 2019 ഡിസംബർ 31 റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം എന്ത് നടപടിയെടുത്തു? AG പറഞ്ഞു 2021 ഫെബ്രുവരിയിൽ DGPക്ക് റിപ്പോർട്ട് കൈമാറിയെന്ന്. അപ്പോൾ ഹൈക്കോടതി ചോദിക്കുന്നു എന്നിട്ട് എന്ത് നടപടിയെടുത്തുവെന്ന്. ഒന്നും എടുത്തിട്ടില്ല, ഒരു നടപടി എടുത്തിട്ടില്ല എന്ന് AG കോടതിയെ അറിയിക്കുന്നു. അപ്പോഴാണ് കോടതി ചോദിച്ചത് ഇത് എന്ത് സർക്കാരാണെന്നുള്ള ചോദ്യമാണ് കോടതി ഉന്നയിച്ചിരിക്കുന്നത്. ഇത്രയും നാൾ ഇങ്ങനെ ഒരു സമഗ്രമായ റിപ്പോർട്ട് കയ്യിലുണ്ടായി, അവിടെ കുറ്റകൃത്യങ്ങളുടെ ആഴം പോലും അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നു. ഇത്രയും പബ്ലിക് മണി ഇതിനു വേണ്ടി ചെലവഴിക്കുന്നു, ഇത്ര പ്രഗത്ഭരാണ് ആ പഠനം നടത്തിയത്, എന്നിട്ടും ഒരു സർക്കാരിന് എങ്ങനെ സാധിക്കുന്നു ഈ റിപ്പോർട്ട് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാൻ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഉത്തരവും സർക്കാരിനില്ല. ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വന്ന് കുറെ മന്ത്രിമാർ അന്നൊക്കെ പറഞ്ഞുവല്ലോ, ഇത് ജസ്റ്റിസ് തന്നെ പറഞ്ഞിട്ടാണ് കൊടുക്കാതിരുന്നത്, വിവരാവകാശ കമ്മീഷണർ പറഞ്ഞിട്ടാണ് കൊടുക്കാതിരുന്നത് എന്ന്. അതൊക്കെ മറികടക്കുവാൻ സർക്കാരിന് കഴിയുമായിരുന്നുവെന്ന് കോടതിക്ക് തന്നെ ബോധ്യമുണ്ട്, പൊതുസമൂഹത്തിന് പോലും ബോധ്യമുണ്ട്. പക്ഷേ കുറെ മണ്ടത്തരം എഴുന്നള്ളിക്കുകയായിരുന്നു അന്ന് മന്ത്രിമാരൊക്കെ. അത് പൊളിച്ചടക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഈ ഹൈക്കോടതിയുടെ ഈ ഇടക്കാല ഉത്തരവിൽ. ഹസ്കർ, മഞ്ജുഷ്, ഇതില് കാണേണ്ടത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ലെജിസ്ലേച്ചറിനും അതുപോലെ എക്സിക്യൂട്ടീവിനും മുകളിൽ ജുഡീഷ്യറിയുടെ പരമ അധികാരത്തെ സംബന്ധിച്ചുള്ളതാണ്. ഇത് പരസ്പരം പൂരിതമായിട്ടുള്ള 3 ഘടകങ്ങളാണെങ്കിലും പലപ്പോഴും ലെജിസ്ലേച്ചറും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവും ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളെ തിരുത്തുവാനുള്ള അധികാരം കോടതികൾക്കുണ്ട്. വളരെ സന്തോഷകരമായിട്ടുള്ളൊരു വിധിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. കാരണം ഒരു സർക്കാർ തന്റെ കുറ്റകരമായ മൗനത്തിൽ ആഴ്ന്നിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇത്തരം ഒരു വിധി പ്രസ്താവനത്തിലൂടെ കേരള സർക്കാരിനെ ഞെട്ടിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. സ്വാഭാവികമായും നാളിതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ വാദമുഖങ്ങൾക്കും അവസാനമായി കണ്ടുകൊണ്ട് എപ്പോഴും ഗവൺമെന്റ് ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ള ഒരു സമീപനം എന്ന് പറയുന്നത് ഇതിൽ മൊഴി കൊടുത്തിരിക്കുന്ന സാധാരണ സ്ത്രീകളായിട്ടുള്ള സിനിമാ പ്രവർത്തകരുടെ പേരുവിവരങ്ങൾ ഒളിച്ചു വെക്കണം, അവരെ പൊതുമധ്യത്തിൽ നിർത്തി വിചാരണ ചെയ്യാൻ പാടില്ല എന്ന ഏറ്റവും സതുദ്ദേശപരമായ നീക്കമാണ് നടത്തിയിട്ടുള്ളത്. ഇപ്പോ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ ആ വിധിയിൽ കൃത്യമായി ഇവരെ ഒക്കെ തന്നെ സംരക്ഷിച്ചു നിർത്തുകയും അവരെ ആരെയും പൊതുസമൂഹത്തിന് മുന്നിൽ അനാവരണം ചെയ്യാത്ത രീതിയിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു നിയമം അടക്കം നിർമ്മിക്കുന്നതിനും അടക്കമുള്ള നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നു. ആ നിർദ്ദേശങ്ങൾ അപ്പാടെ നടപ്പിലാക്കാൻ ഈ ഗവൺമെന്റ് ബാധ്യസ്ഥരാണ്. താങ്കളെ പോലെയുള്ള CPMന്റെ സഹയാത്രികർക്ക് പോലും ഇത് ചരിത്രപരമായ വിധി എന്ന രീതിയിൽ തന്നെ പറയുവാൻ തോന്നുന്നതിൽ സന്തോഷമുണ്ട്. കാരണം സർക്കാരിനെ അന്ധമായിട്ട് ന്യായീകരിക്കാൻ താങ്കൾ തയ്യാറാവുന്നില്ല. എനിക്കൊരു ചോദ്യമുള്ളത്, ഇനിയിപ്പോൾ ഈ ഇത്രയും നാൾ ന്യായീകരിച്ച മന്ത്രിമാർ ശരിക്കും മാപ്പ് പറയേണ്ടതല്ലേ? ഈ പറഞ്ഞ ആളുകൾ രാജിവെക്കാൻ പറ്റുന്ന പരാമർശങ്ങൾ ഇതിനകത്തുണ്ട്. സർക്കാരിനോട് അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഞെട്ടിപ്പിക്കുന്ന നിഷ്ക്രിയത്വം എന്ന് പറയുമ്പോൾ സർക്കാർ അനങ്ങാതിരിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള സൈലൻസ്, മൗനം, അതിനെ അനുവദിക്കാൻ പറ്റുകയില്ല എന്ന് പറയുമ്പോൾ അത് 3-4 വകുപ്പുകൾക്കെതിരെയുള്ള മുന്നറിയിപ്പാണ് കോടതി നൽകുന്നത്. എന്നിട്ടും അതിൽ മൗനം തുടരുകയാണ്. ബന്ധപ്പെട്ട ഒരു മന്ത്രിയും ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ വന്നിട്ടില്ല. ഈ ന്യായീകരണത്തിന് തമ്പുരാനായ AK ബാലൻ ഇപ്പോഴും പറയുന്നു അന്നത് പറ്റുകയില്ലായിരുന്നു, അന്ന് ഈ ജസ്റ്റിസ് ഹേമ വന്ന് തന്നെ പറഞ്ഞു ഇങ്ങനെ കൊടുക്കാൻ പാടില്ല. ആ ന്യായീകരണമൊക്കെ ഇനി അട്ടത്ത് വെച്ചാൽ മതി. ഇത് കൃത്യമായിട്ടുള്ള വിശദീകരണം ഈ മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് കിട്ടിയേ പറ്റൂ പൊതുസമൂഹത്തിന്. കാരണം കോടതിക്ക് ബോധ്യമായ കാര്യമാണ്. പൊതുസമൂഹം കഴിഞ്ഞ കുറേ നാളുകളായി മാധ്യമങ്ങളും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ധാർഷ്ട്യത്തോടു കൂടി അതല്ല, അങ്ങനെയല്ല, ഞങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് ന്യായീകരിച്ചു കൊണ്ടിരുന്ന ന്യായീകരണ സിംഹങ്ങൾക്ക് അവർ മറുപടി പറഞ്ഞേ പറ്റൂ. അഡ്വക്കേറ്റ് BN ഹസ്കർ, മഞ്ജുഷ്, പലപ്പോഴും നമ്മൾ ഓരോ വ്യക്തികളുടെ വീക്ഷണകോണുകൾ ഓരോ വ്യക്തിയിൽ നിന്ന് തുടങ്ങുന്നിടത്താണ്. അപ്പൊ സ്വാഭാവികമായും എന്റെ വീക്ഷണകോണിലായിരിക്കില്ല അങ്ങ് കാണുന്നത്, അല്ലെങ്കിൽ ഇപ്പോ രാഹുലിന്റെ വീക്ഷണകോണിൽ എനിക്ക് കാണാനുമാവില്ല. അപ്പൊ സ്വാഭാവികമായും ഓരോ വ്യക്തികളുടെ വീക്ഷണകോണുകൾ വ്യത്യസ്തമായിരിക്കുന്നു എന്നുള്ളത് പോലെ തന്നെ മന്ത്രിമാരും മനുഷ്യരാണല്ലോ. സ്വാഭാവികമായും അവർ വളരെ സതുദ്ദേശത്തിലാണ് ഇക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞത് എന്ന് കാണാനാണ് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. എനിക്കങ്ങനെ കാണാൻ എന്തായാലും പറ്റുകയില്ല. എന്ത് സതുദ്ദേശമാണ് ഇവിടെ ഉള്ളത് അഡ്വക്കേറ്റ് BN ഹസ്കർ? പൊതുപണം ചെലവഴിച്ചുകൊണ്ട് ഇത്രയും ബൃഹത്തായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയും ആ റിപ്പോർട്ടിൽ കുറ്റകൃത്യങ്ങളുടെ വിവരമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്തിട്ട് അത് മറച്ചു വെക്കുന്നു എന്ന് പറയുമ്പോൾ ആ മന്ത്രിമാരെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റുകയില്ല. നമ്മുടെ ഒരു സാംസ്കാരിക മന്ത്രിയുണ്ട്, അദ്ദേഹം പറയുന്നത് എന്താണ്, ഞാൻ ഈ റിപ്പോർട്ട് വായിച്ചിട്ടില്ലേ എന്ന്. എത്ര ലാഘവത്തോടു കൂടിയാണ് അദ്ദേഹം പറയുന്നത് ഇക്കാര്യം? മഞ്ജുഷ്, ഇതില് ഞാൻ സതുദ്ദേശത്തോടു കൂടി എന്ന് ആവർത്തിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതിൽ ഇരയാക്കപ്പെട്ടിട്ടുള്ള ധാരാളം സ്ത്രീകളുണ്ട്.
അവരുടെ പേര് വിവരങ്ങളോ അവരെ കുറിച്ചിട്ടുള്ള പൊതുമധ്യത്തിലോ വരാൻ പാടില്ല എന്നത് സതുദ്ദേശം ഗവൺമെന്റിനുണ്ട്. അതുകൊണ്ടാണ് കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ടിന്റെ പരിധിയിൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ നിയോഗിക്കാതിരുന്നതിന്റെ ഒരു കാരണം അതാണ്. കാരണം അതിനെ കോടതി പൊളിച്ചടുക്കിയിട്ടുണ്ട്. അതിനെ കൃത്യമായിട്ട് കോടതി പറയുന്നുണ്ട്. While it may be a fact that the committee was only in the nature of a fact-finding body for the state government, when we consider the public money spent for the effective functioning of the committee and the high-profile nature of the committee itself, headed as it was by a retired judge of the High Court, we are of the view that the bare minimum that was expected of the government was to take a prompt decision as whether or not it agreed with the findings of the committee. Apparently, this was not done, silence and inaction not being options available to the state government anymore എന്നുള്ളതാണ്. അതായത് ഒരു നടപടിയും കോടതി എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഈ ഹൈ പ്രൊഫൈൽ നേച്ചർ ഉള്ള ഒരു കമ്മിറ്റിയെ വെച്ചിട്ട് ആ കമ്മിറ്റി ഒരു ഫാക്ട് ഫൈൻഡിങ് ബോഡി മാത്രമാണ് എന്ന് ഇവിടുത്തെ മന്ത്രിമാരും പൊതുസമൂഹത്തിന് മുന്നിൽ നിന്ന് പറയുകയായിരുന്നു ഇത്രയും നാളുകൾ. അതാണ് പൊളിച്ചടുക്കിയിരിക്കുന്നത് ഇപ്പോൾ ഹൈക്കോടതി. മഞ്ജുഷേൽ, ഇപ്പോൾ കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ടിൽ ഒരു ഫാക്ട് ഫൈൻഡിംഗ് ബോഡി തന്നെയാണ്. പക്ഷെ അതിന്റെ ഒരു പ്രത്യേകത ഉള്ളത് സെക്ഷൻ 8 അനുസരിച്ച് ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ ഏതെങ്കിലും ഒരു ആരോപണം വന്നാൽ ആ വ്യക്തിക്ക് ഈ ഇരയെ ക്രോസ് ചെയ്യുന്നതിന് വിസ്തരിക്കുന്നതിനുള്ള ഒരു അവസരം ആ കമ്മീഷൻ മുമ്പാകെ ലഭിക്കും എന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ അത് പൊതുമധ്യത്തിലും വാർത്തകൾക്കും അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ പൊതുമധ്യത്തിലേക്ക് വാരി വിതറുന്നതിനൊരു അവസരം ഉണ്ടാക്കുമെന്നുള്ള ആ സതുദ്ദേശമാണ് ഗവൺമെന്റ് കണ്ടത്. അതുകൊണ്ടാണ് കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ടിന്റെ പരിധിയിൽ പെടുത്താതെ ഇതൊരു ഫാക്ട് ഫൈൻഡിംഗ് ബോഡി എന്ന നിലയിൽ ഒരു കമ്മിറ്റിയായിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ അതിനൊരു ഏജൻസിയെ വെച്ചുകൊണ്ട് അതിലൊരു കാര്യം കൂടെ ശ്രീ ഹസ്കർ സാർ പറഞ്ഞത് വളരെ ശരിയാണ്. അതോടൊപ്പം